ബോൾട്ട് ഗോ ബോൾട്ട് ആയതിനു ശേഷം ഞാൻ മേടിക്കുന്നവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ടെനറ്റ്. 1499 പ്ലസ് 9 രൂപ പ്രൊട്ടക്ഷൻ ഫീ അടക്കം 1508 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിലെ ബിഗ് സേവിംഗ് ഡേയ്സിൽ നിന്ന് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. എന്നാൽ ഓഫർ സെയിലൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഇതിൻ്റെ വില 1499 രൂപ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഇയർബഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗോ ബോൾട്ടിൻ്റെ ടെനറ്റ് അത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസിനും ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോൾ എന്നുള്ളൂ, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. അവിടെ പിന്നെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഗോ ബോൾട്ട് ടെനറ്റ്. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ കുറച്ച് ബൾക്കി ആയിട്ടുള്ളൊരു കേസ് ആണെങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏറ്റവും മുകളിൽ ഗോ ബോൾട്ടിന് ലോഗോയും പിന്നെ ഒരു വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് ഉണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഉറപ്പായിട്ട് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്. പിറകിൽ മിനിമൽ ഡിസൈൻ മാക്സ് പെർഫോമൻസ് ആയിട്ട് ഗോ ബോൾട്ടിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. മുന്നിലൊരു LED ഇൻഡിക്കേറ്ററും ഒരു ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാം. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഡിസൈൻ ആണ്. എന്തായാലും ടോട്ടലി നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു സ്പോർട്ടി ഫീൽ ആണ് ആക്ച്വലി ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോളാർ യെല്ലോ എന്ന് പറഞ്ഞൊരു കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതല്ലാണ്ട് മിഡ് നൈറ്റ് ബ്ലൂ, നിയോൺ ഗ്രീൻ, ടർബോ ഓറഞ്ച് എന്നിങ്ങനെ മറ്റ് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ 4 കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ടുണ്ട്. ഞാൻ മേടിക്കുന്ന സമയത്ത് ഈ ഒരു സോളാർ യെല്ലോ എന്ന് പറഞ്ഞൊരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മേടിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആയിരിക്കണം. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു കേസിനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അപ് ടു 75 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 120 മിനിറ്റ് നമുക്ക് പ്ലേ ടൈം കിട്ടും. ഇനി ആ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡിലൂടെ ഇരിപ്പുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ ഒരു മേക്കപ്പ് സെറ്റ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണാടി മുകളിൽ ഉണ്ടാവത്തില്ലേ, അതേപോലെയാണ് ആക്ച്വലി ഇവിടെയും. നമുക്ക് ചെറിയൊരു കണ്ണാടിയായിട്ട് വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന്റെ കേസ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇയർബഡ്സുകളിലേക്ക് വേണമെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. കൂടാതെ ഇവിടെയും ആ ഒരു ബാക്കിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ്, ആ ഒരു സ്ട്രൈപ്സ്, നമ്മുടെ ആ ഒരു വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഡിസൈൻ ആണ്. കൂടാതെ ഗോ ബോൾട്ടിന്റെ ലോഗോ ഇവിടെ കാണാം. ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ എന്തായാലും ഇയർബഡ്സുകളിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡിലും വരിക. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടും, അല്ലെങ്കിൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, ഒന്നും തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ കറക്റ്റ് അങ്ങോട്ട് പറയാനും പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരണമെങ്കിൽ നമ്മളിത് ചെവിയിൽ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കംഫർട്ടബിൾ അല്ല. എന്നാൽ നമ്മളിത് വെച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് തന്നെ കയറി അങ്ങോട്ടിരിക്കും. സോ എന്താ പറയുക, നമ്മൾ എത്ര ഓടിയാലും ചാടിയാലും ഒക്കെ തന്നെ ഇത് ചെവിയിൽ നിന്ന് ഊരിപ്പോവാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഈ ഒരു ഡിസൈൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു സംശയം, ചെറിയ ചെവികൾ ഉള്ളവർക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ വെയറിംഗ് കംഫർട്ട് എന്നുള്ളത്. എന്തായാലും നിങ്ങളിത് മേടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെവി ചെറിയ ചെവികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയറിംഗ് കംഫർട്ട് എക്സ്പീരിയൻസ് എന്താണ് അത് ഉറപ്പായിട്ടും ഇവിടെ കമന്റ് ആയിട്ട് ഇടുക. അത് കുറേ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആ ഒരു വെയറിംഗ് കംഫർട്ട് ഒരു പ്രശ്നവുമില്ല. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ പോലും. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രൗഡ് നമ്മളെ അങ്ങനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാനും പോകുന്നില്ല. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗോ ബോൾട്ട് ടെനറ്റിൽ നിന്ന് ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി ആണ്. ഇൻറ്റോറിൽ ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. എന്തായാലും ഇൻറ്റോറിനകത്ത് വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. സോ ഒരു കോളിംഗ് പേർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആകുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. അത് ആദ്യം തന്നെ എടുത്ത് പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിനകത്ത് കുറേ EQ മോഡ്സ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കഷ്ടകാലത്തിന് ഓൺ ആക്കുവാണെങ്കിൽ എന്താ പറയുക, പിന്നെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. EQ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് പാട്ട് കേൾക്കാം. എന്നല്ലാണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന മ്യൂസിക് ക്വാളിറ്റി ഒരു വൈക്കും കൊള്ളത്തില്ല. 1499 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ കുറേ പേര് ആക്ച്വലി റേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇത് ഇത്രയും റേറ്റിംഗ് ഉള്ളതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ മ്യൂസിക് ക്വാളിറ്റിയിൽ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ. ഇനി അതല്ല, എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കൂടുതലും കിട്ടുന്നത്. ബേസ് ഉണ്ട്,
എന്നാലും ആ ഒരു ഭയങ്കര വലിയ രീതിക്ക് ഒരു ബേസ് ഒന്നും ഇതിനകത്ത് ഇല്ല. EQ മോഡ് സത്യം പറഞ്ഞാൽ വെറുതെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒറ്റ ഉപയോഗവും ആക്ച്വലി ഈ ഒരു EQ മോഡ് കൊണ്ട് ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ എടുത്ത് പറയും. സോ ആ ഒരു ബോൾട്ട് ആംപ് ആപ്പ് സത്യം പറഞ്ഞാൽ EQ മോഡിന് വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുറേ അധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ എന്തായാലും വഴി അതങ്ങോട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾ മ്യൂസിക്കിന് വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ മേടിക്കരുത് എന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഒരു 1000 രൂപയ്ക്ക് അകത്ത് കിട്ടിയാൽ ഓക്കെയാണ്. പക്ഷേ 1500 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വർത്തല്ല കേട്ടോ. ഇനി നമ്മുടെ ബോൾട്ട് ആംപ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ബാറ്ററി ലെഫ്റ്റും റൈറ്റും ഒക്കെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഇക്വലൈസർ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദയവേത് നിങ്ങൾ ഒന്നും മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നോർമലി ഇതിനകത്തൊരു എന്താ പറയുക, ഒരു സംഭവം ഒരു ക്വാളിറ്റിയിൽ വരും. ആ ഒരു ക്വാളിറ്റി കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേസും ട്രിബിളും ഒക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടാതെ ടച്ച് കൺട്രോൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു ബഡിൻ്റെ നെയിം എഡിറ്റ് ചെയ്യാം. കൂടാതെ നമുക്ക് ഗെയിമിംഗ് മോഡും അതേപോലെ തന്നെ നോർമൽ മോഡിലേക്ക് മാറാൻ സാധിക്കും. ടൂൾസിലേക്ക് വരുവാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിത് വൈബ്രേറ്റ് ആയിട്ട് ഇപ്പോൾ ഇൻ കേസ് ഡസ്റ്റ് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മുടെ പെർമിഷൻസും അക്കൗണ്ട് അതുപോലെ തന്നെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് വിജിറ്റ് അപ്ഡേറ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതേപോലെ തന്നെ എബൌട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും നമ്മുടെ ബോൾട്ട് ആംപ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഈ ബഡ്സുകൾ വരുന്നത്. സോ ഒരു ചെറിയ ഡ്രിസ്ലിങ്ങിലും ഇനി അതല്ല നല്ല രീതിക്ക് വിയർത്തിട്ട് വർക്കൗട്ടൊക്കെ ചെയ്താലും ഈ ഒരു പ്രോഡക്റ്റിന് കേടുപാടുകളൊന്നും വരുത്തില്ല. പിന്നെ IPX5 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉപയോഗിച്ചാലും കേടുപാടുകൾ വരില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പൈസ പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്ക് ആയിരിക്കണം ആ ഒരു മെന്റാലിറ്റി വെക്കേണ്ടത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാകും. 1500 രൂപ വെറുതെ കിട്ടത്തില്ലല്ലോ. കണക്ടിവിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. കൂടാതെ ഇതിനകത്ത് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ 45 ms ലോ ലേറ്റൻസി മോഡ് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കിയാൽ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിൽ നിന്ന് കൈ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ജസ്റ്റ് നമുക്ക് സിംഗിൾ ടാപ്പ് ചെയ്ത് നോക്കാവേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു BGMI 45 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് കളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഞാൻ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു 45 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയത്. സോ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ഒരു ഫയർ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ചെറിയൊരു ഡിലേ അവസാനമുണ്ട്. പക്ഷേ സിംഗിൾ ടാപ്പിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഗെയിമിംഗ് എന്തായാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു പ്രോഡക്റ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GoBolt ടെനറ്റിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 രൂപ കൊടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് എനിക്ക് വർത്ത് ബൈങ് ആകിയോ എന്ന് വെച്ചാൽ ഞാൻ 100% പറയും എനിക്ക് വർത്ത് ബൈങ് ആയിട്ടില്ല. കാരണം 1000 രൂപയ്ക്കുള്ളിലുള്ള ഒരു ക്വാളിറ്റി മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ആ ഒരു മ്യൂസിക്കിൽ കിട്ടിയത്. ബിൽ ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ ബിൽ ക്വാളിറ്റി അല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ നോർമലി നമ്മുടെ 1000 രൂപയ്ക്ക് അകത്തുള്ള W40 അതുപോലെ തന്നെ W20 ഒക്കെ നോക്കുകയാണെങ്കിൽ ബിൽ ക്വാളിറ്റി ഇല്ലായിരുന്നു, എന്നാൽ അവിടെ മ്യൂസിക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ബിൽ ക്വാളിറ്റി ഉണ്ട്, മ്യൂസിക് ക്വാളിറ്റി ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള ഡ്രോബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ നമുക്ക് ഏത് മേടിച്ചാലും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ കുറച്ചെങ്കിലും ഒരു മ്യൂസിക് ക്വാളിറ്റി ഇതിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പ്രത്യേകിച്ച് 1500 കൊടുത്ത് നമ്മളിത് മേടിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഒരു ചെറിയ എന്താ പറയുക വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ GoBolt ടെനറ്റിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.